നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവേട്ടന് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാ ഇത്രയും ദേഷ്യത്തിൽ സംസാരിച്ചത്. ദേവേട്ടനെ കയ്യിലെടുത്താലേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കൂ. ഇല്ലെങ്കിൽ നടക്കാൻ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല. സോറി ദേവേട്ട, ഞാൻ പറഞ്ഞതും ചെയ്തതും ഒക്കെ തെറ്റ് തന്നെയാ. സമ്മതിച്ചു. ദേവേട്ട, സത്യമായിട്ടും എനിക്ക് ഭാവനയോട് ഒരു ദേഷ്യമില്ല. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഭാവനയാ. എന്നിട്ടാണോ നീ ഭാവനയോട് വേർതിരിവ് കാണിക്കുന്നത്? വേണ്ടേ, ഇനി പുതിയ നമ്പറൊന്നും വേണ്ട എൻ്റെ അടുത്ത്. ദേവേട്ട, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. എനിക്ക് ഭാവനയോട് ഒരു ദേഷ്യമില്ല. ദേവേട്ടൻ അറിയാലോ, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അല്ലാതെ ഭാവനയെ ഒറ്റപ്പെടുത്താനോ സൂര്യയിൽ നിന്ന് അകറ്റാനോ വേണ്ടിയല്ല. ദേവേട്ട, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ സത്യ പറയുന്നത്. സൂര്യക്ക് ശേഷം എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞതൊന്നും ദേവേട്ടൻ മറന്നിട്ടില്ലല്ലോ. അതിനുശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അവസാനം സൂര്യക്കും അങ്ങനെ ഒരു ഭാഗ്യമില്ലെന്ന് അറിഞ്ഞപ്പോഴാ മാനസയോടൊപ്പം ചേർന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ലാതെ ആരെ വേദനിപ്പിക്കാനല്ല. നീ പറയുന്ന അടുത്ത നാണയത്തിനുള്ള തുടക്കമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ദേവേട്ട, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാണ് മാനസയുടെ വയറ്റിൽ വളരുന്നതെന്നുള്ള പൂർണ്ണ ബോധത്തോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് ആരുടെയും മനസ്സിനെ വിഷമിപ്പിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് തന്നെ കൊള്ളാം. നീ പോവാൻ നോക്ക്. ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. അടുത്ത വെടിക്കെട്ടിലുള്ള മരുന്നായിട്ടാ വീണ്ടും വന്നേ. ദേവേട്ടൻ നോക്കിക്കോ, അടുത്ത് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന്. എന്താ മോളെ, എന്തുപറ്റി? ആന്റി, തല ചുറ്റുന്നു. എന്താ പെട്ടെന്നിങ്ങനെ? ഇനി BP കൂടിയതായിരിക്കോ? അറിയില്ല ആന്റി. മോൾ അല്പം കിടക്ക്, അപ്പൊ മാറിക്കോളും. അത് വേണ്ട ആന്റി, കിടന്ന തലചുറ്റല് കൂടും. എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ പോവാം. ആന്റി, ഭാവനയെ ഒന്ന് വിളിക്കാവോ? ഭാവനെ, ഭാവനെ! എന്താ ആന്റി, എന്തുപറ്റി? മാനസമൊക്കെ തല ചുറ്റുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എന്താ, എന്തുപറ്റി? ഇതിപ്പോ പേടിക്കാനൊന്നുമില്ല ആന്റി. ഇന്നത്തെ ഹാങ് ഓവറിന്റെ പിന്നെ ഈ യാത്ര ക്ഷീണവും.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നല്ലേ നല്ലത്. ഗർഭകാലത്തെ അവസ്ഥകൾ ഇതൊക്കെ തന്നെയല്ലേ ആന്റി? ഞാനിപ്പോ മാറ്റിത്തരാം. മോളെ, എങ്ങനെയുണ്ട് ഇപ്പൊ? വയ്യ ആന്റി. മനസ്സാ, മോളെ, ദേ ദേ ഇത് ഇത് കുടിക്ക്. കുടിച്ചേ. മതി ഭാവന. അത് പറ്റില്ല. തലചുറ്റൽ മാറണമെങ്കിൽ നീ ഇത് കുടിക്കണം. മതി. മാനസികമായി യാത്രയും ടെൻഷനും എല്ലാം നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചെന്നറിയാം. ഞാനിത് പ്രതീക്ഷിച്ചതുവാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു അല്ലേ? ഞാനൊരു നഴ്സല്ല ആന്റി. ഇതിൽ കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോയാൽ മതി. എന്തായാലും മനസ്സയുടെ തലചുറ്റൽ മാറുന്നത് വരെ ഞാനിവിടെ ഇരുന്നോളാം. ഇപ്പോ ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് ആന്റി. കണ്ടോ ആന്റി, മാറിക്കോളും. ഭാവന, എനിക്കൊരു കോഫി കുടിക്കണം. ആന്റി, ഈ സാഹചര്യത്തിൽ എന്താവശ്യപ്പെട്ടാലും കൊടുക്കണമെന്നോ? എന്നാ പിന്നെ ഞാൻ കൊണ്ടുവരാം ഭാവന. വേണ്ട ആന്റി, ഞാൻ പോയി കോഫി ഉണ്ടാക്കാം. വേണ്ട, നീ ഇവിടെ ഇരിക്കെ, ഞാൻ കൊണ്ടുവരാം. ഭാവന, നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിന്റെ വേദന എനിക്ക് ഊഹിക്കാൻ പറ്റും. പാവം, ഒരു തെറ്റും ചെയ്യാത്ത സൂര്യയെ ഇന്ന് എത്രമാത്രം വേദനിപ്പിച്ചു. അപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നല്ലോ മനസ്സ. ഇന്നലെ നമ്മൾ കണക്കൂട്ടിയതൊന്നുമല്ല ഇന്ന് നടന്നത്. ഹോസ്പിറ്റലിൽ പോയി അവരിങ്ങനൊരു തെളിവ് ശേഖരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഭാവന. ഞാൻ പറഞ്ഞില്ലേ മനസ്സ, ആ മധുറാം ഒരു പക്കാ ക്രിമിനലും കൂടിയാണ്. അയാൾ ജയിക്കാൻ വേണ്ടി എന്ത് കളി വേണമെങ്കിലും കളിക്കുന്നു. പാവം, വനിതാ കമ്മീഷന്റെ ചോദ്യത്തിന് മുന്നിൽ സൂര്യക്ക് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നില്ലേ? അപ്പോ സൂര്യ അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ വന്നാ ആ മധുരം അടുത്ത കുരുക്കം കൊണ്ടുവരും. ഒടുവിൽ കൃത്രിമമായ രീതിയിലാണ് നിനക്ക് ഗർഭധാരണം നടത്തിയിട്ടുള്ളത് എന്നെങ്ങാനും തെളിഞ്ഞ പിന്നെ പറയണ്ടല്ലോ. ഇവിടിപ്പോ സൂര്യയുടെ കുഞ്ഞിന്റെ പിതൃത്വമല്ലേ സൂര്യ ഏറ്റെടുത്തിട്ടുള്ളൂ. പിന്നെന്താ, ഹോസ്പിറ്റലിൽ അങ്ങനെ എഴുതി കൊടുക്കാമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ എന്താ പറഞ്ഞ?